പ്രിയ വിദ്യാർത്ഥികളെ, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം AISനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കി വെക്കണം. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സോഫ്റ്റ്വെയർസുകൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റകൾ റിട്രീവ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഈ എല്ലാ ഇൻഫോർമേഷൻസുകളും കീപ്പ് ചെയ്ത് വയ്ക്കുന്ന സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം. സിംപിളി മീൻസ് അക്കൗണ്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ, ഡീറ്റെയിൽസുകൾ. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ? സെയിൽസ് ഡീറ്റെയിൽസ്, പർച്ചേസ് ഡീറ്റെയിൽസ്, ഇൻവെൻറ്ററി ഡീറ്റെയിൽസ്, ബിൽസ് റിസീവ്ഡ് ഡീറ്റെയിൽസ്, ബിൽസ് പേബിൾ ഡീറ്റെയിൽസ്, അസറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇക്വിറ്റിയുടെ ഡീറ്റെയിൽസ്, ലയബിലിറ്റിയുടെ, ഇങ്ങനെയുള്ള എല്ലാ അതിൻ്റെ ഡീറ്റെയിൽസുകളും നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. സോ ഇങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം ഇനി എന്ത് ചെയ്യണത്, നമ്മളത് എടുത്ത് പ്രോസസ്സൊക്കെ ചെയ്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഡാറ്റേനെ കൺവേർട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിളി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക്. എന്താടാ, ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കാണ്. യൂസ്ഡ് ബൈ, ആരാത് യൂസ് ചെയ്യണത്? ബിസിനസ്. എങ്ങനെയാണ്? ടു കളക്ട് ആൻഡ് സ്റ്റോർ, പ്രോസസ് ആൻഡ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ഡാറ്റ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഡാറ്റേനെ റിപ്പോർട്ട് ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ ഡാറ്റകളുടെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡാറ്റാസുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ആൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് എന്താണ്? സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കാണ്. അത് മറക്കരുത്, ഒരു സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കാണ്. ഇത് യൂസ് ചെയ്യണത് ബിസിനസ്സുകാരാണ്, അല്ലേ? യൂസ്ഡ് ബൈ ബിസിനസ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ടു കളക്ട് ചെയ്യുന്നതിന്, കളക്ട് ചെയ്ത സാധനം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതെന്ത് ചെയ്യണടാ, പ്രോസസ്സ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ ആ ഫിനാൻഷ്യൽ ഡാറ്റേനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ ഡാറ്റേനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കാണ്. യൂസ് ചെയ്യണത് ഒരു ബിസിനസ് സ്ഥാപനമാണ്. അവരെന്താ ചെയ്യണത്? ഫിനാൻഷ്യൽ ഡാറ്റേനെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഇതിനെന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് ചെയ്യണത്, സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കൂടാ? നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൻ്റെ സഹായത്തോടു കൂടി. നമ്മുടെ ടാലി, സാപ്പ്, ക്വിക്ക് ബുക്സ് എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസുകളുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി പറയുന്നു, ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് യൂസ്ഡ് ബൈ, ആരാണ്? ബിസിനസ്സാണ് യൂസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഡാറ്റേനെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, then എന്തുണ്ടാക്കുന്നുണ്ടോ, റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ക്ലിയർ ആണല്ലോ, തെറ്റിക്കരുത്. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഇൻ്റഗ്രേറ്റ് പീപ്പിൾ, പ്രൊസീജിയേഴ്സ്, ടെക്നോളജി ആൻഡ് കൺട്രോൾ ടു എൻഷുർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ്, ഇത് ഒരുമിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? പീപ്പിൾസിന്, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പ്രൊസീജിയേഴ്സിന്, ടെക്നോളജീനെ, കൺട്രോൾസിനൊക്കെ എന്ത് ചെയ്യണം, നമ്മളെന്തിന് ഇതിനൊക്കെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ല അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം വഴി നമുക്ക് അതിനൊരു നല്ലൊരു റിപ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇത്ര മനസ്സിലാക്കി വയ്ക്കുക. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ? ടു ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിക്കാൻ. ആരൊക്കെ? പീപ്പിൾസ്, പ്രൊസീജിയേഴ്സ്, ടെക്നോളജി ആൻഡ് കൺട്രോൾ. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ, പീപ്പിള്, പ്രൊസീജിയേഴ്സ്, ടെക്നോളജി, ഇതൊക്കെ എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസ് ആണ്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ്. അതൊക്കെ ഇനി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് പീപ്പിൾ, പ്രൊസീജിയേഴ്സ്, ടെക്നോളജി ആൻഡ് കൺട്രോൾസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനെയും ഒരുമിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ക്ലിയർ. നെക്സ്റ്റ് നോക്കാം. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ഹെൽപ്സ് ടു ഓർഗനൈസേഷൻ. എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്?
റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ, പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, എൻഷുറിംഗ് കംപ്ലയൻസ് ആൻഡ് സപ്പോർട്ടിംഗ് മാനേജർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ്? റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ, പ്രിപ്പയർ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന്, എൻഷുറിംഗ് കംപ്ലയൻസ് എന്തെങ്കിലും, അതായത് കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിക്കുക, അതായത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതും, അതുപോലെ തന്നെ സപ്പോർട്ടിങ് മാനേജർ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ മാനേജേഴ്സിന് കറക്റ്റായിട്ടുള്ള ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ടും കൂടി ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയണത്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി മാനുവൽ. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് തന്നെ ആവണമെന്നില്ല, മാനുവലി ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും ചെയ്യാം. അതായത് നമ്മുടെ അക്കൗണ്ട്സ് ഡാറ്റകൾ നമ്മൾക്ക് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് മാനുവലി ആയിട്ടും ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഓർ ക്ലൗഡ് ബേസ്ഡ് ആണെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് ഓൺ ദി ബിസിനസ്സിന്, നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് ഇറ്റ് ക്യാൻ ബി അങ്ങനെയൊക്കെ ചെയ്യാം, മാനുവലായിട്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ്. ക്ലൗഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡാറ്റ, ഞാനിവിടുന്ന് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡാറ്റ നമ്മളിവിടുന്ന് എൻ്റെ സിസ്റ്റത്തിന് ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് വയ്ക്കും. ദെൻ ആ എൻ്റർ ചെയ്ത ഡാറ്റ എനിക്ക് വേറെ ഒരു സ്ഥലത്ത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി. മാമൻ്റെ വീട്ടിൽ വേറെ കമ്പ്യൂട്ടറാണുള്ളത്. സോ എനിക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നിന്നും ഇതിൻ്റെ ഡൊമൈൻ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഡ്രൈവിൽ നിങ്ങളൊരു ഡാറ്റ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇനി വേറൊരു സിസ്റ്റം ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡ്രൈവിൻ്റെ ആക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള ഈ സംവിധാനത്തെ പറയുന്നതാണ് ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുന്നത്. അതായത് ക്ലൗഡ് ലിങ്ക് ആണ്. നമുക്ക് ഏത് സിസ്റ്റത്തിനാണെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്കത് എന്ത് ചെയ്യാൻ? ആക്സസ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും വേണ്ടി സാധിക്കും. ഇതിനാണ് ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മാനുവൽ ആയിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും ക്ലൗഡ് ബേസ്ഡ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നത്. അതായത് നമുക്കിത് യൂസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദി ബിസിനസ്സിൻ്റെ നീഡ് എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സിമ്പിൾ മീൻസ് എന്താണ് നമ്മൾ പഠിച്ചത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കാണ്, യൂസ്ഡ് ബൈ ആരാ? ബിസിനസ്സാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? കളക്ട് എന്ന് ഫിനാൻഷ്യൽ ഡാറ്റേനെ കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക ആൻഡ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. അതിനൊരു എക്സാമ്പിളാണ് നമ്മളെ ബിസിനസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഏതൊക്കെയാണ്? ടാലി, ക്വിക്ക് ബോക്സ്, സാപ്പ്, ഒറാക്കിൾ ഫിനാൻഷ്യൽസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് പറ്റും. ഇത് നമുക്ക് എന്തൊക്കെ പേറോൾ, ടാക്സ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിനൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഇനിയുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ആ സിലബസ് അവിടെ പറയുന്ന ഒരു സമയത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഇടയിൽ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റം ഫീച്ചേഴ്സിന് മുന്നേയായിട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഒരു വട്ടമിട്ട് വെച്ചിരുന്നു. അതായത് പിന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട്. സോ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിൽ കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. അതായത് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആയാലും കമ്പോണൻസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആയാലും ഒക്കെ വരുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. കമ്പോണൻസ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ കമ്പോണൻ്റ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പീപ്പിളാണ്. ഓക്കെ, അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് ആദ്യത്തെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. ഒക്കെ നോക്കാം. അപ്പോൾ ആരാണോ ഈ അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൻ്റെ ഈ ഡീറ്റെയിൽസ്, അതായത് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സൊക്കെ ആർക്കാണോ ആവശ്യമായിട്ടുള്ളത് ആ ആൾക്കാരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പീപ്പിൾസ് എന്ന് പറയുന്നത്. സോ അവരിതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഇതിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? പീപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദി ആരൊക്കെയാവുക? അത് ഇൻഡിവിജ്വൽസ് ഹു ഇൻട്രാക്ട് വിത്ത് ദി സിസ്റ്റം, അതായത് ഈ സിസ്റ്റവുമായി ഇൻട്രാക്ട് ചെയ്യുന്ന അത് ആരൊക്കെയാണോ അവരെല്ലാമാണ് എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്? പീപ്പിൾ എന്നുള്ളതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും അതെന്ന് നോക്കാം. ഒന്ന്, അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ് അല്ലേ? നമ്മുടെ കമ്പനിയിലുള്ള അക്കൗണ്ടന്മാരും ഓഡിറ്റേഴ്സും ആണല്ലോ മെയിനായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം അതിൻ്റെ ആവശ്യമുള്ളത്. കാരണം അവരാണ് എന്ത് ചെയ്യണത്? ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അവിടുത്തെ മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുന്നത്. സോ അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ് ആണ് പീപ്പിളിൽ വരുന്ന ആദ്യത്തെ ആൾക്കാർ. റെക്കോർഡ് ആൻഡ് അനലൈസ് ഫിനാൻഷ്യൽ ഡാറ്റ. ഇവരെന്താ ചെയ്യണത്? ഫിനാൻഷ്യൽ ഡാറ്റേനെ റെക്കോർഡ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ് ചെയ്യണത്. ക്ലിയർ ആണല്ലോ?
രണ്ടാമത്തെ ആളാരായിരിക്കും പീപ്പിൾ? മാനേജ്മെൻറ്റാണ് പിന്നെ ഫിനാൻഷ്യൽ ഡാറ്റകളുടെ, അതായത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിന് പ്രധാനപ്പെട്ട ആവശ്യം ഉണ്ടായിരിക്കുക. സോ രണ്ടാമത്തെ ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? മാനേജ്മെൻറ്റാണ്. യൂസേഴ്സ് റിപ്പോർട്ട്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അവരുപയോഗിക്കുന്നത് ഈ റിപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക? ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസുകൾ അവരുപയോഗിക്കുന്നുണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. സോ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മാനേജ്മെൻറ്റാണ്. സോ ആദ്യത്തെ ആരാണ്? അക്കൗണ്ടൻ്റ് ആൻഡ് ഓഡിറ്ററാണ്. രണ്ടാമത്തെ ആൾ മാനേജ്മെൻറ്റാണ്. മൂന്നാമത്തെ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. മൂന്നാമത്തെ ആളാരാണ്? ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എന്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ പൈസ ഇറക്കി നമ്മുടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുക്കാനുള്ള ആൾക്കാരാണ്, നമുക്ക് ഇങ്ങോട്ട് കടം തന്നിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. സോ ഈ ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും നമ്മുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് നോക്കിയേ ഇരിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരുടെ കുടുംബം പട്ടിണിയാവും, അല്ലേ? കാരണം എന്താ? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവർക്ക് പൈസ തിരിച്ച് കിട്ടില്ല. നമുക്ക് കടം തന്നവർക്ക് നമുക്ക് പ്രോഫിറ്റ് ഇല്ല എന്ന് വെച്ചാൽ അവർക്ക് പൈസ തിരിച്ച് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എന്ത് ചെയ്യും? ഇവരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകളൊക്കെ എന്ത് ചെയ്തോടാ? ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ പീപ്പിൾ എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ആരാണ്? ഒരാളായിട്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഉപയോഗിക്കാം. അപ്പോൾ ഓപ്ഷനിൽ വരും ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കരുത് എങ്ങനെ ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഇതിൽ വരിക എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യരുത്. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കോമ്പോണൻ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ? ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് റെഗുലേറ്ററി അതോറിറ്റീസ്. അടുത്ത ആൾക്കാരാരാണ്? നാലാമത്തെ ആൾക്കാരാരാണ്? റെഗുലേറ്ററി അതോറിറ്റീസ്. ആരൊക്കെയാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, അല്ലേ? അവരാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പിന്നെ കമ്പനീസ് ആക്ടിൻ്റെ ആൾക്കാരുകളൊക്കെ. സോ ഇവരാണ് മെയിനായിട്ട് നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ ടാക്സ് കറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരുടെ റൈറ്റാണ്? റെഗുലേറ്ററി അതോറിറ്റീസിനാണ്. സോ എൻഷുവർ ദി കംപ്ലൈൻസ് വിത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിയമപ്രകാരം തന്നെയാണോ കമ്പനി റൺ ചെയ്ത് പോകണമെന്ന് നോക്കണം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടുകൾക്ക് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ടുള്ള പീപ്പിൾസ് അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞിടാം. ഒന്ന് അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സാണ്, ഒന്ന് മാനേജ്മെൻറ്റാണ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സാണ്, ദെൻ റെഗുലേറ്ററി അതോറിറ്റീസ്. ഈ 4 ആൾക്കാരാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആവശ്യമുള്ള യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്. ഓക്കെ, പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെത്തേഡ് യൂസ്ഡ് ടു കളക്ട്, പ്രോസസ് ആൻഡ് സ്റ്റോർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അപ്പോൾ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഇത് കളക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിൽ വരുന്നത്? നമ്മുടെ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. ദ ഡാറ്റ എൻട്രി പ്രൊസീജിയേഴ്സ് എന്നങ്ങനെയൊക്കെ എൻട്രി ചെയ്യേണ്ടത് ആദ്യം സെയിൽസ് ഇൻവോയ്സ്, പിന്നെ പേറോൾ പ്രോസസ്സിങ്, ഇങ്ങനെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട് ഡാറ്റ എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ആണ്. പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള പക്കയായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ് സെയിൽസ് ബില്ല് ഇടണം. അപ്പോൾ സെയിൽസ് ബില്ല് കിട്ടി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാർ സെയിൽ ചെയ്തതിൻ്റെ ബില്ലുകൾ സൈൻ ചെയ്യും. എന്നാൽ എന്ത് ചെയ്യും? അത് വേറെ അവരുടെ മുകളിലുള്ള സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിന് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ആളത് സൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും അക്കൗണ്ടൻറ്റ് ചിലപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും? മാർക്ക് ചെയ്യേണ്ടായിരിക്കുക. സോ ഇതവിടെ എന്താണ്? ഒരു പക്ക എന്താണ്? ഒരു പ്രൊസീജിയറാണ്. അത് അവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു റൂളാണ്. ഈ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറേ റൂളുകൾ നമ്മുടെ സോഫ്റ്റ്വെയറിലായാലും അതുപോലെ തന്നെ ഓർഗനൈസേഷനുള്ളിലായാലും ഉണ്ടായിരിക്കും. സോ ഈ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ പ്രൊസീജിയേഴ്സും അതുപോലെ ആ ഇൻസ്ട്രക്ഷനുകളൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ് ദിസ് മെത്തേഡ് യൂസ്ഡ് ടു എങ്ങനെ കളക്ട് ചെയ്യണം, എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ടൊരു പക്കയായിട്ടുള്ള എന്തുണ്ട്? ഒരു പ്രൊസീജിയർ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ആ പ്രൊസീജിയർ ആൻഡ് ഇൻസ്ട്രക്ഷൻസുകൾ എന്താണ്? ഈ അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് പറയണത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റിപ്പോർട്ട് ജനറേഷൻ. റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ള പ്രൊസീജിയേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ ഇൻറ്റേർണൽ കൺട്രോൾ ചെയ്യണം, പ്രിവെൻറ്റ് ഫ്രോഡ് എററൊക്കെ എങ്ങനെ ആണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയേഴ്സൊക്കെ വ്യക്തമായിട്ട് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ക്ലിയർ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ പോയിൻ്റാണ് ഡാറ്റ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒന്നുമില്ല, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അവിടെ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുകളായിരിക്കും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം,
അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം പ്രോസസ്സസ് വാരിയസ് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെ, കുറേ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടാക്കി. ഫോർ എക്സാമ്പിൾ എന്താ, സെയിൽസ്, പർച്ചേസ്, എക്സ്പെൻസസുകൾ, അസറ്റ്, ലൈബിലിറ്റി, ഇക്വിറ്റി, ട്രാൻസാക്ഷൻ, ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ടാക്സ് റെക്കോർഡ്സ്, കംപ്ലയൻസ് റിലേറ്റഡ് ഡാറ്റ, ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അണ്ടറിൽ വരുന്നതാണ്. സോ ഈ പറയുന്ന ഐറ്റംസുകളൊക്കെ എന്താണ്? നമ്മുടെ അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് നോക്കാം സോഫ്റ്റ്വെയർസ് അല്ലേ. സോഫ്റ്റ്വെയർസ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ ഈ ഡാറ്റ മാത്രം കിട്ടിയ കാര്യമില്ല, ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്തിട്ട് നല്ലൊരു റിപ്പോർട്ടാക്കി എടുക്കണം. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു റിപ്പോർട്ട് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിഷ്ടമുള്ള ബിസിനസ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് പറയുന്നത് അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം റിലൈസ് ഓൺ സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ടു ഓട്ടോമേറ്റ് ടാസ്ക് ആൻഡ് സജസ്റ്റ്. അതായത് ഓട്ടോമാറ്റിക്കലി വർക്കുകളും കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് അവിടെ പറയുന്നുണ്ട് ടാലി, ക്വിക്ക് ബുക്സ്, സാപ്പ്, ഒറാക്കിൾ ആൻഡ് ഫിനാൻഷ്യൽ ഫോർ ബുക്ക് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയണത്, ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് ഓർമ്മ ഉണ്ടോ? ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ പഠിച്ചത് എന്താണ്? സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻ. തൊട്ടുമുന്നേ പഠിച്ചത് എന്താണ്? നമ്മളെന്താ പഠിച്ചു? ഡാറ്റ എന്നുള്ളത് പഠിച്ചു. അതിന് തൊട്ടുമുന്നേ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ ജസ്റ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു. അതിന് മുന്നേ പഠിച്ചത് എന്താണ്? പീപ്പിൾസ് അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ 4 കമ്പോണൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം IT ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത നമുക്ക് എന്ത് വേണടാ? നല്ലൊരു IT ഇൻഫ്രാസ്ട്രക്ചർ വേണം. നമുക്ക് ഈ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അവിടെ എന്ത് വേണം? ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ നല്ലതായിരിക്കണം. ദാറ്റ് മീൻസ് നല്ല കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം, നല്ല സെർവേഴ്സുകൾ ഉണ്ടായിരിക്കണം, നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻസുകൾ ഉണ്ടായിരിക്കണം, നല്ല എക്യുപ്മെൻറ്റ്സുകൾ നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, അതായത് IT ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ആവശ്യം. നല്ല ഹാർഡ്വെയർസുകളും അതുപോലെ നെറ്റ്വർക്കുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ദ ഫിസിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് സപ്പോർട്ട് അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യും. എന്തൊക്കെയാണ് ഫിസിക്കൽ കമ്പോണൻസിൽ വരുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറുകൾ, സർവീസുകൾ, ദെൻ അതൊക്കെയാണ് നമ്മൾ ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഡാറ്റേനെ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് മൈൻഡിൽ വയ്ക്കും. ക്ലിയർ. പിന്നെ അതുപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ്, നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ക്ലൗഡ് സ്പേസും നമുക്ക് എന്ത് വേണം അവിടെ കറക്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് സെയിൽസ് സിസ്റ്റംസും ഉണ്ടായിരിക്കണം. റെക്കോർഡ് സെയിൽസ് ട്രാൻസാക്ഷൻ അറ്റ് റിയൽ ടൈം. പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ എല്ലാ കടകളിലും അങ്ങനെയല്ല. നമ്മളിപ്പോൾ കടകളിലേക്ക് പോകുന്നു, നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പൈസ കൊടുത്ത് നേരെ തന്നെ ബില്ല് അവരടിച്ച് നമുക്ക് തരുന്നു. ആ ബില്ല് അടിക്കുമ്പോൾ തന്നെ പ്രിൻറ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ കമ്പ്യൂട്ടറിൽ അത് അടിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സെറ്റ്, അതായത് അറ്റ് ദ ടൈം ഓഫ് ദി സെല്ലിങ്, ആ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ അത് റിയൽ ടൈമിൽ തന്നെ അത് എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷൻ റെക്കോർഡായിട്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഏതെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലൂടെ തന്നെ അത് റെക്കോർഡായിട്ട് പോകുന്നുണ്ട്. അതിനെയാണ് പോയിന്റ് ഓഫ് സെയിൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോൾ പഠിച്ച പോയിന്റിൽ പറയുന്നത്. IT ഇൻഫ്രാസ്ട്രക്ചർ എന്തായിരിക്കണം? ടോപ്പ് ആയിരിക്കണം. അപ്പോൾ ഈ പോയിന്റ് ഓഫ് സെയിൽസിൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വാങ്ങിയപ്പോൾ തന്നെ ബില്ല് കയറ്റണമെന്നുണ്ടെങ്കിൽ നല്ല QR കോഡ് വേണം, സ്കാനർ വേണം, അതുപോലെ തന്നെ ബില്ല് അയക്കാൻ പ്രിൻറ്റിംഗ് മെഷീൻ വേണം, നല്ലൊരു സിസ്റ്റവും കാര്യങ്ങളും ഹാർഡ്വെയറും ഒക്കെ വേണം. സോ IT ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഇൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് ആണ് നമ്മുടെ ഇന്റേണൽ കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ. ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്കൗണ്ട് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ഫിനാൻഷ്യൽ ഡാറ്റ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റ നമ്മുടെ ശരിക്കും ഒരു ബിസിനസ്സിന് പ്രധാനപ്പെട്ട ഡാറ്റകളാണ്. ഫിനാൻസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റകളാണ്. സോ അത് മറ്റുള്ളവർക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ അടിപൊളിയായിട്ട് ബാധിക്കും. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? പക്ക സേഫായിട്ട് നല്ല സെക്യൂരിറ്റി മെഷേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലെന്തൊക്കെ ഒരു ആക്സസ് കൺട്രോൾ, നമുക്ക് പിന്നെ ഡാറ്റ എൻക്രിപ്ഷനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ ജീവനക്കാർക്ക് മാത്രം അത് ആക്സസ് കൊടുക്കുക. എന്നിട്ട് പാസ്വേഡൊക്കെ വെച്ചിട്ട് ഓരോ എംപ്ലോയീസിന് മാത്രം സ്പെഷ്യൽ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾ മാത്രം ഇതിന് എന്ത് പറ്റിയാലും യു ആർ ദ റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുക. അതാണ് ആക്സസ് കൺട്രോൾ വയ്ക്കുക. ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രിപ്ഷനും എൻക്രിപ്ഷനും എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യണമല്ലേ? അതായത് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ടൈപ്പ് ചെയ്ത സാധനം എന്ത് ചെയ്യുക? കോഡ് രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഫോണ് കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ അതിനെയാണ് എന്തെന്ന് പറയുക? എൻക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോഡായിട്ടായിരിക്കും സിസ്റ്റത്തിന് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. സോ അതിനെയാണ് ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കോഡായിട്ട് മാറുന്നുണ്ടായിരിക്കും. സോ അതൊരു നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാലോ. നമുക്ക് തെഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആൾക്കാരെ എടുത്തുനിന്ന് നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ്. ഇനി ഈ മെസ്സേജ് നമ്മൾ വാട്സപ്പിൽ അയച്ച മെസ്സേജ് വേറെ ആൾക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾക്കത് എന്ത് ചെയ്യണം? കോഡായിട്ട് കണ്ടാൽ എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല. സോ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം എന്ത് ചെയ്യും? ഈ വന്ന മെസ്സേജിനെ ഡിക്രിപ്ഷൻ ചെയ്യും.
അപ്പോൾ അതിനെന്ത് ചെയ്യും, ആ കോഡിനെ എന്ത് ചെയ്യും, നോർമൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, സെൻസിറ്റീവ് ആയ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനൊക്കെ കോഡ് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൽ അതിനെ സേവ് ചെയ്ത് വെക്കും. സോ അതാണ് ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്റേണൽ കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഈസ് ദി വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഇൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം. മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ പഠിച്ചു, പീപ്പിൾ പഠിച്ചു, ഡാറ്റ പഠിച്ചു, ഇന്റേണൽ കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സുകൾ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു, നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയാണ് കമ്പോണൻസിൽ നമ്മൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ട്രയൽസ് ഉണ്ട്. ഓഡിറ്റ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ ടു ട്രാക്ക് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. എന്തായാലും അക്കൗണ്ടിംഗ് റെക്കോർഡ്സിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നടത്തുന്ന ആ ഒരു പ്രോഗ്രാമാണ് ഓഡിറ്റ് ട്രയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഓഡിറ്റ് ട്രയൽസുകൾ നമുക്ക് നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി മെഷർ, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ, ഡാറ്റ ലോസ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ബാക്കപ്പ് സിസ്റ്റംസിലുണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഡാറ്റ നമ്മൾ സേവ് ചെയ്യാണ്ട് മറന്നു പോവുക, സേവ് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഡിലേറ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു കമ്പോണൻറ്റ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദീസ് കമ്പോണൻറ്റ് വർക്ക് ടുഗദർ ടു എൻഷുർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സെക്യൂർസ്. അപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിങ്ങിനും സെക്യൂർ നല്ല രീതിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്പോണൻസുകളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വരാം. നമ്മളിപ്പോൾ 6 കമ്പോണൻസുകളാണ് പഠിച്ചത്. ഫസ്റ്റ് കമ്പോണൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു, ഫസ്റ്റ് പീപ്പിൾ അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം. രണ്ടാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സോഫ്റ്റ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർസുകളാണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസുകൾ എന്ന് പറഞ്ഞ് പഠിച്ചു. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് IT ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹാർഡ്വെയർസ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക് കമ്പോണൻറ്റ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്റേണൽ കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻറ്റാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കും. അടുത്തായിട്ട് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചു അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ഡാറ്റേനെ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാനേജേഴ്സിന് ബെറ്റർ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം ചെയ്യുന്നത് അല്ലേ. ആൻ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് ഡിസൈൻഡ് ടു എഫിഷ്യൻ്റ്ലി പ്രോസസ് എന്ത്, ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമേഷൻ ആൻഡ് അക്യുറസി. അറിയാം നമുക്ക് എന്താ, automatically it automates financial processes such as journal entries, ledger updates and report generation. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫിനാൻഷ്യൽ ഡാറ്റയാണ് പ്രോസസ്സ് ചെയ്തിട്ട് ജേണൽ എൻട്രീസ് എഴുതുന്നു, ലെഡ്ജർ അപ്ഡേറ്റ് ചെയ്യുന്നു ആൻഡ് റിപ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൂടാ, ഒരു സെയിൽസിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റി അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എടുത്തു. ദെൻ ആ എടുത്ത ഡാറ്റ നമ്മൾ നേരെ എന്തിലേക്ക് പോകുന്നുണ്ട്, ജേണൽ എൻട്രി ചെയ്തായിട്ട് പോകുന്നുണ്ട്. ജേണൽ എൻട്രി ചെയ്ത് നേരെ ലെഡ്ജർ അപ്ഡേറ്റിലേക്ക് പോകുന്നുണ്ട്. ദെൻ റിപ്പോർട്ടും ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ ഒറ്റ തവണ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസ് ഹ്യൂമൻ എറേഴ്സ്. നമ്മൾ മനുഷ്യന്മാരല്ല ചെയ്യണത്, സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. മനുഷ്യന്മാർ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയെ ചെയ്യുന്നുള്ളൂ. സോ ഹ്യൂമൻ എറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കവിടെ കുറവായിരിക്കും. ടു റെഡ്യൂസ് ഹ്യൂമൻ എറേഴ്സ് ആൻഡ് എൻഷുർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ. സോ ഹ്യൂമൻ എറേഴ്സ് കുറവായതുകൊണ്ട് തന്നെ കൃത്യതയുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഡാറ്റ ഇൻറ്റഗ്രേഷൻ. അടുത്താണ് ഡാറ്റ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻ ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിലെ ഡാറ്റാസുകളും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡാറ്റകൾ തമ്മിൽ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സിലെ അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരെയാടാ, ERP എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ റിസോഴ്സുകളും പ്ലാൻ ചെയ്യാൻ, എല്ലാ സോഴ്സുകളും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ERP എന്ന് പറഞ്ഞത്. അതായത് എന്താവാം, ഹ്യൂമൻ റിസോഴ്സസുകളാവാം, ഫിനാൻഷ്യൽ ഡാറ്റകളായിരിക്കാം, മാർക്കറ്റിംഗ് ഡാറ്റകളായിരിക്കാം, എല്ലാ ഡാറ്റകളും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് എൻ്റർപ്രൈസസ് റിസോഴ്സസ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റം എന്തിനു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ERPനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഫോർ സീംലെസ് ബിസിനസ് ഓപ്പറേഷൻ, അതായത്
തുടർച്ചയായിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസുകളൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഡാറ്റ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻസ് ഫിനാൻഷ്യൽ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഡാറ്റകൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ERP സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ സീമിലെസ് ബിസിനസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസുകൾ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ നമുക്ക് നോക്കാം. റിയൽ ടൈം പ്രോസസ്സിംഗ്. റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റേഷൻ. നമ്മൾ ഓൾറെഡി കുറേ തവണ പറഞ്ഞാണ്, എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ തന്നെ നമുക്ക് ഡാറ്റകൾ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണം ഫിനാൻഷ്യൽ അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എനിക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് റിപ്പോർട്ട്സ്, ഹെൽപ്പ് ഇൻ മേക്കിംഗ് ടൈംലി ഡിസിഷൻ. സോ അതെന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ? കുറേ തവണ പറഞ്ഞിട്ടുള്ള പോയിന്റ് അല്ലേ? അതെന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടൈമിൽ ഡിസിഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. ഓക്കെ ആണല്ലോ. നാലാമത്തെ സെക്യൂരിറ്റി ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. നമ്മൾ പറഞ്ഞു അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് എന്ത് തരുന്നുണ്ട്? യൂസസ് റോൾ ബേസ്ഡ് ആക്സസ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ഡാറ്റ മോഡിഫിക്കേഷൻ. നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അൺഓതറൈസ്ഡ് ഇടുന്ന ആർക്കും അതിൻ്റെ ഉള്ളിൽ കടന്നു കയറി നമ്മുടെ ഡാറ്റ എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പാസ്വേഡ് കൊടുത്താൽ അവർക്ക് മാത്രമായിരിക്കും അത് എന്ത് ചെയ്യാൻ പറ്റുക? യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതിനെന്തൊക്കെ ഫെസിലിറ്റി അവർ യൂസ് ചെയ്യുന്നുണ്ട്? എൻക്രിപ്ഷൻ, ബാക്കപ്പ് സിസ്റ്റംസ് ആൻഡ് ഓഡിറ്റ് ട്രയൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സെക്യൂരിറ്റി തെഫ്റ്റുകൾ, അതായത് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ എൻക്രിപ്ഷനും ബാക്കപ്പ് സിസ്റ്റംസും ഓഡിറ്റ് ട്രയൽസൊക്കെ വഴി നമുക്ക് അവിടുത്തെ സെക്യൂരിറ്റി മെഷേഴ്സുകൾ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ക്യാൻ ഹാൻഡിൽ ഇൻക്രീസിങ് ഡാറ്റ വോളിയം ആസ് ദ ബിസിനസ് ഇസ് ഗ്രോ. അതായത് ബിസിനസ് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ വളർച്ചേനെ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ബിസിനസ് വളർന്നു പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഈ അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റം തന്നെ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതാണ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് വലുതായി പോകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് അഡാപ്റ്റ് ചെയ്യിപ്പിക്കാനും, ചെറുതായി പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചും പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അക്കൗണ്ട് ഇൻഫർമേഷൻസിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇസ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ സപ്പോർട്ട് കസ്റ്റമൈസേഷൻ ടു മീറ്റ് ഇൻഡസ്ട്രി സ്പെസിഫിക് അക്കൗണ്ടിങ് നീഡ്സ്. അതായത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസുകളും കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസുകളോട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റിയാണ്. ക്ലിയർ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കംപ്ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. എൻഷുർ അതേഴ്സ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഗ്യാപ്പോ അല്ലെങ്കിൽ IFRS ആൻഡ് ടാക്സ്. അതായത് ഗ്യാപ്പിൽ പറയുന്ന ആ പ്രിൻസിപ്പിൾസ് എല്ലാതും അതുപോലെ തന്നെ IFRSൽ പറയുന്ന എല്ലാ പ്രിൻസിപ്പിൾസും കറക്റ്റായിട്ട് തന്നെ പാലിച്ചു പോകുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡ് നിലനിർത്തി പോകുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റം അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് പക്കയായിട്ട് തന്നെ ഇത് കറക്റ്റായിട്ട് പാലിച്ചും പോകുന്നുണ്ട്, ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. സോ അതാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ട് ഫീച്ചർ. ഇത് കംപ്ലയൻസ് സ്റ്റാൻഡർഡൈസേഷൻ. നമ്മൾ എന്ത് പാലിക്കുന്നുണ്ട്? സ്റ്റാൻഡർഡൈസേഷൻ കറക്റ്റായിട്ട് പാലിച്ചു പോകുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ജനറേറ്റിംഗ് റിപ്പോർട്ട്. നമുക്ക് സ്റ്റാൻഡേർഡ്, അപ്പോൾ ഇതൊക്കെ പാലിക്കുന്നത് മൂലം തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗവൺമെൻറ് ഏജൻസി, നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ ആർക്ക് വേണ്ടി വരിക? ഗവൺമെൻറ് ഏജൻസിക്ക്, ഇപ്പോൾ മെയിനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ. സോ അവർക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഇൻഫർമേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് കംപ്ലയൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത്. ക്ലിയർ. നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ്. റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ത്? ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഇൻക്ലൂഡ് അനലിറ്റിക്കൽ ടൂൾ ഫോർ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റ്. ഇത് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, ഭാവിയിലേക്കുള്ള ഇനി എത്ര ഫിനാൻസ് വേണം എന്നുള്ളത് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ഒരു ബഡ്ജറ്ററി ആയിട്ട് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ, ദാറ്റ് ഈസ് റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്ലൗഡ് ബേസ്ഡ് ആക്സസ് ആൻഡ് മൊബിലിറ്റി. ക്ലൗഡ് ബേസ്ഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡേൺ AIS സൊല്യൂഷൻസ് ഓഫർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അലോയിങ് റിമോട്ട് ആക്സസ്. അതായത് നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ വർക്കുകൾ ചെയ്യാനും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക്
ഇത് ആക്സസ് ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്ത കാര്യങ്ങൾ എനിക്ക് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ സിസ്റ്റത്തിൽ നിന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. അതാണ് അലോയിങ് റിമോട്ട് ആക്സസ്. നമുക്ക് ഏത് സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലൗഡ് ബേസ്ഡ് ആക്സസ് ആണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ വരെ സോഫ്റ്റ്വെയർ എല്ലാതും എന്തുണ്ടാ ക്ലൗഡ് ബേസ്ഡ് സംവിധാനങ്ങൾ എല്ലാ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിലും അത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വരുന്ന എല്ലാത്തിലും. ഓക്കെ, എനേബിൾ ബിസിനസ് ടു മാനേജ് ഫിനാൻസസ് ആൻഡ് എനിവെയർ വിത്തിൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഫിനാൻഷ്യൽ ഡാറ്റാസുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലൗഡ് ബേസ്ഡ് ആണെന്ന് ആക്സസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാ ഇൻ്റർനെറ്റ് വേണം, ഇൻ്റർനെറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ, അതൊന്നും എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ക്ലൗഡ് ബേസ്ഡ് ആക്സസ് ആൻഡ് മൊബിലിറ്റി ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് എഫിഷ്യൻസി, റെഡ്യൂസ് മാനുവൽ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് ശമ്പളം കാര്യങ്ങളൊക്കെ കുറേ കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാർ വെച്ചാൽ മതി സോഫ്റ്റ്വെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ. സോ ഇവിടെ കോസ്റ്റ് എന്തായിരിക്കും വളരെയധികം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. സോ റെഡ്യൂസ് മാനുവൽ ലേബർ ആൻഡ് പേപ്പർ വർക്ക്, കട്ടിംഗ് ഡൗൺ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. സോ ഇംപ്രൂവ്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ബൈ സ്റ്റീമിലിംഗ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ. നമുക്കിത് അതുകൊണ്ട് ഇത് ഇമ്പ്രൂവ്മെൻറ്റിനും സാധ്യതയുണ്ട്. കാരണം സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് അടിപൊളിയായിരിക്കും, ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും. ഓക്കെ, ഇവിടുത്തെ പോയിന്റ് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. നമുക്ക് മാനുവലായിട്ട് എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലേബർ കോസ്റ്റ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, സോ കോസ്റ്റ് എഫിഷ്യൻസി ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ് നോക്കുക ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമുക്ക് ഹെൽപ്സ് അതായത് നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനിലും ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. സോ അവർക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളായിരിക്കും, ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹെൽപ്സ് മാനേജ്മെൻറ്റ് മേക്ക് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ ബേസ്ഡ് ഓൺ ദി ഫിനാൻഷ്യൽ ഇൻസൈറ്റ്സ്. അതായത് ഇവർ തരുന്ന ഈ ഫിനാൻഷ്യൽ ഇൻസൈറ്റ്സുകൾ വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന് മാനേജർമാരെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഇറ്റ് പ്രൊവൈഡ് ഡാഷ്ബോർഡ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഇതെന്ത് ഡാഷ്ബോർഡ്സുകൾ അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഗ്രാഫ് അനാലിസിസുകളൊക്കെ. അതായത് ഇത്ര പ്രൈസ് കൂടി, കഴിഞ്ഞ ദിവസം ഇത്രയായിരുന്നു സെയിൽസ്, ഇപ്പോൾ ഇത്ര കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിഷ്വലൈസ് ഒക്കെ ചെയ്ത റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാനേജേഴ്സിനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ കൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുപ്പിക്കാനും നമുക്ക് സാധിക്കും. സോ അതാണ് ഡിസിഷൻ റിപ്പോർട്ട് സിസ്റ്റത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫീച്ചേഴ്സുകളാണ്, ഒരു 10 ഫീച്ചേഴ്സുകളാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഫീച്ചേഴ്സുകൾ നമുക്കൊന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കാം. ഫസ്റ്റാണ് ഓട്ടോമേഷൻ ആൻഡ് ആക്യുറസി, രണ്ടാമത്തെ ഡാറ്റ ഇൻ്റഗ്രേഷൻ, മൂന്നാമത്തെ റിയൽ ടൈം പ്രോസസ്സിംഗ്, നെക്സ്റ്റാണ് സെക്യൂരിറ്റി ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ, നെക്സ്റ്റ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ നെക്സ്റ്റാണ് വരുന്നത് കംപ്ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ്, നെക്സ്റ്റ് ക്ലൗഡ് ബേസ്ഡ് ആക്സസ് ആൻഡ് മൊബിലിറ്റി, അതുപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻസി, ആൻഡ് ദി ലാസ്റ്റ് വൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം DSS എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനൊക്കെ ആ ഫീച്ചേഴ്സിൽ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും കുറേ പോയിൻറ്റ്സുകളൊക്കെ കോമൺ ആണല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് ഒരു ടോപ്പിക് എടുത്ത് അത് മനസ്സിലാക്കി അതിൻ്റെ ഐഡിയ വെച്ചിട്ട് പോയിന്റുകൾ നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ച് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. സോ നമ്മൾ സിലബസ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്ക് എവിടുന്ന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഒന്നും മിസ്സാവാതെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കമ്പ്യൂട്ടേഴ്സിൽ അക്കൗണ്ടിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിലും പറഞ്ഞു. കാരണം ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഫീച്ചേഴ്സുകളും ഒക്കെ എന്തായിരിക്കാം സിമിലർ ആവാൻ സാധ്യതയുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെയും പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ കേട്ട കാര്യം പിന്നെയും കേൾക്കുമ്പോൾ അത് ഒന്നും കൂടി തറാവുകയാണ് ചെയ്യുക. അപ്പോൾ ആരും ബോറിംഗ് ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് പോയിന്റുകൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ചോദിക്കാം, അതല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടിട്ടൊക്കെ ചോദിക്കാം. നമ്മളതിനെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എടുത്ത ക്ലാസ്സുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്കയായിട്ട് പഠിക്കുക. കാരണം എന്താ, PSCയുടെ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം? എന്താടാ പ്രൈമറി ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് നോക്കാം. ടു റെക്കോർഡ്, സ്റ്റോർ ആൻഡ് പ്രോസസ് ഫിനാൻഷ്യൽ ഡാറ്റ. എന്താണ് റെക്കോർഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. എന്തിന്? ഫിനാൻഷ്യൽ ഡാറ്റയാണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെ. അതുപോലെ തന്നെ ടു മാനുഫാക്ചർ പ്രൊഡക്റ്റ് ഉണ്ടാക്കലാണോ?
അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ജോലി? ഒരിക്കലല്ല. പ്രൊഡക്റ്റ് ഉണ്ടാക്കൽ അത് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയാണ്. ഓക്കെ. ടു കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് കണ്ടെത്തുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയാണ്. ഇവിടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഒന്നും ഉപയോഗിച്ചൊന്നും ചെയ്യുന്നില്ല. ടു മാനേജ് എംപ്ലോയി റിലേഷൻഷിപ്പ് ആര് ചെയ്യേണ്ടത്? HRM ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെക്കോർഡ്, സ്റ്റോർ ആൻഡ് പ്രോസസ് ദി ഫിനാൻഷ്യൽ ഡാറ്റ ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് AIS എന്താണ്? ടു റെക്കോർഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. എന്തിനെ? ഫിനാൻഷ്യൽ ഡാറ്റേനെ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് AIS? AISൻ്റെ കമ്പോണൻറ്റ് അല്ലാതെ അപ്പോൾ നമ്മളൊരു 6 കമ്പോണൻസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. പീപ്പിൾ ഈസ് എ കമ്പോണൻ്റ് ആണ്, നമ്മൾ പഠിച്ചു. യൂസേഴ്സിനെയാണ് പീപ്പിൾ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ആൻഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ് പ്രൊസീജിയർ ആൻഡ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കാം. മാനുഫാക്ചറിങ് പ്രോസസ് അത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഒന്നോടെ മാർക്ക് ചെയ്ത് വെച്ചാൽ. സോഫ്റ്റ്വെയർ ഈസ് എ കമ്പോണൻറ്റ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. സോ ദ റോങ് ആൻസർ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോട്ട് എ കമ്പോണൻറ്റ്. എന്താണ്? നോട്ട് എ കമ്പോണൻ്റ് ആണ്. നോട്ട് എ കമ്പോണൻറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഈസ് manufacturing process is a not a component of a accounting information system. Clear ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ആർ ദി മെയിൻ യൂസേഴ്സ് ഓഫ് AISൻ്റെ പ്രധാനപ്പെട്ട യൂസേഴ്സ് ആരൊക്കെയാണ്? ഒന്ന്, അക്കൗണ്ടൻ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അക്കൗണ്ടൻ്റ് ഓഡിറ്റേഴ്സ് അതിന് ആവശ്യമാണ്. മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ക്ലിയർ ആണ്. അതുപോലെ ഒരു ക്രെഡിറ്റേഴ്സ് നമ്മൾ പഠിച്ചു. ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ റെഗുലേറ്ററി അതോറിറ്റീസ്. കറക്റ്റ് ആണല്ലോ. ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബോ. അപ്പോൾ നിങ്ങൾ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഈ പറയുന്ന എല്ലാവർക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നവരാണ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബോ. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ എക്സാമ്പിൾ ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ? നമ്മൾ താഴെ പറയുന്നതിൽ ഏതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അതായത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ മൈക്രോസോഫ്റ്റ് വേർഡ്. ഇതെന്താണ്? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ല. ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോഷോപ്പ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ല. AutoCAD എന്തല്ല? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ടാലി ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ഡസ് AIS പ്രോസസ്? ഏത് ടൈപ്പ് ഓഫ് ഡാറ്റകളൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പ്രോസസ്സിങ് ചെയ്യുന്നതാണ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഒന്ന്, സെയിൽസ് ആൻഡ് പർച്ചേസ് ട്രാൻസാക്ഷൻ. കറക്റ്റാണ്. സെയിൽസും പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസ് പേറോൾ. അതായത് എംപ്ലോയീസ് പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കണോ? സാലറി കൊടുക്കണം, വേജസ് ഒക്കെ കൊടുക്കണം. സോ അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസുകളൊക്കെ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അത് നമ്മൾ എടുക്കുന്നുണ്ട്. അടുത്തതാണ് ടാക്സ് റെക്കോർഡ്സ് ആൻഡ് കംപ്ലയൻസ് ഡാറ്റ. ടാക്സ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കുന്നുണ്ട്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബോ ആണ്. നമുക്ക് വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ ഡസ് ആൻ AIS പ്രോസസ്? ഈ പറയുന്ന എല്ലാ ഡാറ്റകളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം കമ്പോണൻറ്റ്സ് എൻഷുർ സെക്യൂരിറ്റി ആൻഡ് ഫ്രോഡ് പ്രിവെൻഷൻ? ഏതാണ് നമുക്കിവിടെ സെക്യൂരിറ്റി ആൻഡ് ഫ്രോഡ് പ്രിവെൻഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോഫ്റ്റ്വെയർസ് അല്ല, ഇൻഫ്രാസ്ട്രക്ചറേഴ്സ് ആയിരിക്കില്ല, പ്രൊസീജിയർ ഇൻസ്ട്രക്ഷൻ ഇല്ല. എന്തായിരിക്കും ഇവിടെ? നമ്മുടെ ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് സെക്യൂരിറ്റി. ഇതിൽ പേരിൽ തന്നെ കിടക്കുന്നുണ്ട് സെക്യൂരിറ്റീസ് മെഷേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്രോഡ് പ്രിവെൻഷനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇന്റേണൽ കൺട്രോൾസ് ആൻഡ് സെക്യൂരിറ്റീസ് മെഷേഴ്സ് ആണ്. എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്? എൻക്രിപ്ഷൻ, അതെ, ബാക്കപ്പ് ഫെസിലിറ്റീസ്, ട്രയൽ ഓഡിറ്റ് എന്നൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, വാട്ട് റോൾ ഡസ് എൻക്രിപ്ഷൻ പ്ലേ ഇൻ എ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം? എൻക്രിപ്ഷൻ എന്ത് റോളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റ് സ്പീഡ്സ് അപ്പ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരിക്കലല്ല. ഇറ്റ് സെക്യൂർ സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ശരിയല്ല. എൻക്രിപ്ഷൻ വഴി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ സെക്യൂർ ചെയ്ത് വയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ എൻക്രിപ്ഷൻ വഴി നമുക്ക് സാധ്യമാകും. സോ സെക്യൂർ സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ സെക്യൂർ ചെയ്യുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനുകളൊക്കെ കീപ്പ് ചെയ്ത് വയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ടു ഇൻക്രീസ് സ്റ്റോറേജ് കപ്പാസിറ്റി, അത് തെറ്റാണ്. ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ കറക്റ്റ് ആൻസർ ഈസ് ഇറ്റ് സെക്യൂർ സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ. വിച്ച് ഫീച്ചേഴ്സ് ഓഫ് AIS പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് റിപ്പോർട്ട്? ഏത് ഫീച്ചറാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ? അതായത് എപ്പോൾ വേണമെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടണ ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത് എന്ത്? ഇൻസ്റ്റൻറ്റ് ആക്സസ് എന്ന് പറയുന്നത്. സോ വിച്ച് ഫീച്ചർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് റിപ്പോർട്ട്സ്? ഒന്ന്, ഓട്ടോമേഷൻ ആൻഡ് ആക്യുറസി, റിയൽ ടൈം പ്രോസസ്സിംഗ്,
കംപ്ലൈൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ, കോസ്റ്റ് എഫിഷ്യൻസി. ഒന്നും നോക്കാനില്ല, കറക്റ്റ് ആൻസർ ഈസ് റിയൽ ടൈം പ്രോസസ്സിംഗ് ആണ്. നമുക്ക് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ തന്നെ നമുക്കത് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് റിയൽ ടൈം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. വിച്ച് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈസ് ബെസ്റ്റ് നോൺ ഫോർ എൻ്റർപ്രൈസ് ലെവൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഒരു എൻ്റർപ്രൈസ് ലെവലിൽ നമുക്ക് ടോപ്പായിട്ട് കിടക്കുന്ന സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്താണ്, സാപ്പ് ബിസിനസ് വൺ ആണ്. നമുക്കൊരു എൻ്റർപ്രൈസ് ലെവലിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എൻ്റർപ്രൈസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ലതായിട്ടുള്ളത് സാപ്പ് ബിസിനസ് വൺ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് IT ഇൻഫ്രാസ്ട്രക്ചർ ഇൻ AIS? താഴെ പറയുന്നതിൽ IT ഇൻഫ്രാസ്ട്രക്ചറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണ്? ക്ലൗഡ് സ്റ്റോറേജ്, സെയിൽസ് ഇൻവോയ്സ് അല്ല, ടാക്സ് കംപ്ലൈൻസ് റിപ്പോർട്ട് അല്ല, പേറോൾ അല്ല. കറക്റ്റ് ആൻസർ ഈസ് ക്ലൗഡ് സ്റ്റോറേജ് ആണ് IT ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വൈ ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇമ്പോർട്ടൻറ്റ് ഇൻ AIS? എന്തുകൊണ്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് AISൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്? നോക്കാം. ഇറ്റ് അലോ റിമോട്ട് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ. കറക്റ്റാണ്. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് ഡാറ്റകൾ കൊടുക്കുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ഇറ്റ് റീപ്ലേസ് അക്കൗണ്ട്, ഒരിക്കലും ഇത് റീപ്ലേസ് ചെയ്യുന്നില്ല. ഇറ്റ് എലിമിനേറ്റ് ടാക്സ് കംപ്ലൈൻസ് ആൻഡ് റിക്വയർമെൻറ്റ്, തെറ്റാണ്. ഇറ്റ് പ്രിവെൻറ്റ് സെയിൽസ് ട്രാൻസാക്ഷൻ, തെറ്റാണ്. ഇസ് ദ കറക്റ്റ് ആൻസർ ഇസ് വൈ ഇസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇമ്പോർട്ടൻറ്റ് AIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലൗ റിമോട്ട് ആക്സസ് ടു ഫിനാൻഷ്യൽ. ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ ഡാറ്റയെ നമുക്ക് അലോ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എൻ ഓഡിറ്റ് ട്രയൽ ഇൻ AIS? എന്താണ് ഓഡിറ്റ് ട്രയലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എൻ ഓഡിറ്റ് ട്രയൽ ഇൻ IAS? ഒന്ന് നോക്കാം. ഇറ്റ് ഇൻക്രീസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, തെറ്റാണ്. ട്രാക്ക് ചേഞ്ചസ് ഇൻ അക്കൗണ്ട്, ഇസ് കറക്റ്റ് ആൻസർ. എന്താണ്? ട്രാക്ക് ദി ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. എന്താണ് നമ്മുടെ ഓഡിറ്റ് ട്രയൽ മെയിനായിട്ട് നമുക്ക് ചെയ്യണത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ട്രാക്ക് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ്. നമ്മുടെ റെക്കോർഡ്സിൽ വരുന്ന ചേഞ്ചസിനെ പക്കയായിട്ട് ട്രാക്ക് ചെയ്യലാണ് ഓഡിറ്റ് ട്രയൽസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഓട്ടോമേറ്റ് ടാക്സ് പേയ്മെൻറ്റ്സും അല്ല അതിൽ വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോട്ട് എ ഫീച്ചർ ഓഫ് AIS? AISൻ്റെ ഫീച്ചർ അല്ല. ഡാറ്റ ഇൻ്റഗ്രേഷൻ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ഓട്ടോമേഷൻ, കംപ്ലൈൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഇതിൽ ഫീച്ചറാണ് ഡാറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫീച്ചറാണ്. ഇസ് എ കറക്റ്റ്. നോട്ട് എന്ന് പറയുമ്പോൾ ഇസ് എ കറക്റ്റ് ആൻസർ മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ഓട്ടോമേഷൻ. മാനുഫാക്ചറിങ് ഒന്നും ഇതിൽ വരുന്നില്ല. മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഓട്ടോമേഷനൊക്കെ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. ഇവിടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൊന്നും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് വരുന്നില്ല. സോ നമ്മൾ പഠിച്ചു ഡാറ്റ ഇൻ്റഗ്രേഷൻ ഈസ് എ ഫീച്ചർ ഓഫ് AIS ആൻഡ് കംപ്ലൈൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ആൻഡ് റിപ്പോർട്ടിംഗ് ഈസ് ദി ഫീച്ചർ ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് യൂസിങ് AIS ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? എന്താണ് AIS ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് റെഡ്യൂസ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി, തെറ്റാണ് അല്ലേ? ഇറ്റ് ഡിലേ വരുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിന് സ്പീഡപ്പ് അല്ലേ ചെയ്യണത്. ടു എൻഷുർ ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എന്താ ഹെൽപ്പ് ചെയ്യണം? മെയിൻ അഡ്വാൻറ്റേജ് എന്താ, ബെനിഫിറ്റ് എന്താ? ഇറ്റ് ടു എൻഷുർ ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. എന്ത് ചെയ്യുന്നുണ്ടടാ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് എന്ത് തരുന്നുണ്ട്? ടൈമിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് തരുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ടു എൻഷുർ ആക്യുറേറ്റ് ആൻഡ് ടൈമിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഫീച്ചേഴ്സ് ഓഫ് AIS ഹെൽപ്സ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ ബൈ ഓട്ടോമേറ്റിംഗ് ഫിനാൻഷ്യൽ ടാസ്ക്? ഏത് ഫീച്ചറാണ് AISൻ്റെ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണത്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? കോസ്റ്റ് എഫിഷ്യൻസി. അതാണ് കോസ്റ്റ് എഫിഷ്യൻസിയാണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? കോസ്റ്റ് റിഡക്ഷന് വേണ്ടി സഹായിക്കുന്നത്. അല്ലാതെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും കംപ്ലൈൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷനും ക്ലൗഡ് ബേസ്ഡ് ആക്സസും ഒന്നുമല്ല കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഫീച്ചറാണെന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ്. ആൻ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ് ബൈ. ആരാണ്? എന്താണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഡിസിഷൻ മേക്കിംഗ് എൻഹാൻസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുന്നത്? പ്രൊവൈഡിങ് റിയൽ ടൈം ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് റിപ്പോർട്ട്സ്, എലിമിനേഷൻ ദി നീഡ് ഫോർ അക്കൗണ്ടൻസ്, പ്രിവെൻറ്റിംഗ് ഓൾ ദ ഫിനാൻഷ്യൽ എറേഴ്സ് ആൻഡ് ഓട്ടോമാറ്റിക്കലി റീപ്ലേസിംഗ് മാനുവൽ അക്കൗണ്ടിംഗ് വിത്ത് ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ്. ദ കറക്റ്റ് ആൻസർ ഈസ് പ്രൊവൈഡിങ് റിയൽ ടൈം ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് റിപ്പോർട്ട്സ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റുക? നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ആൻ അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റം എൻഹാൻസ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്? പ്രൊവൈഡിങ് റിയൽ ടൈം ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് റിപ്പോർട്ട്സ്. റിയൽ ടൈമിൽ ഡാറ്റകളും റിപ്പോർട്ടുകളും കൊടുക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെട്ടെന്നായിട്ട് ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ?
നെക്സ്റ്റ്, ഇന്റേണൽ കൺട്രോൾ ഇൻ എ അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ആർ ഇംപ്ലിമെന്റഡ് ടു. ഇന്റേണൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിനാണ്? എൻഷുർ കംപ്ലൈൻസ് വിത്ത് ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് പ്രിവെന്റ് ഫ്രോഡ്, ഇൻക്രീസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് കോംപ്ലിസിറ്റി, അലോ അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ഓൾ എംപ്ലോയീസ്, റിമൂവ് ദി നീഡ് ഫോർ ഓഡിറ്റിംഗ് ആൻഡ് ടാക്സ് റിപ്പോർട്ടിംഗ്. ഇതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യണത്? എന്തിനു വേണ്ടിയിട്ടാണ്? എൻഷുർ കംപ്ലൈൻസ് വിത്ത് ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡ്. നമ്മൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് കറക്റ്റായിട്ട് പാലിച്ച് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, കംപ്ലയിൻസ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കാനും, അതുപോലെ ഫ്രോഡ് തരങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണത്? യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറയണത്. ക്ലിയർ? ഇനി ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം സൊല്യൂഷൻ ബെനിഫിറ്റ് ബിസിനസ് ബൈ ആരൊക്കെയാണ്? ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ട് ഇൻഫോർമേഷൻ സൊല്യൂഷൻ ബെനിഫിറ്റ് ബിസിനസ് ബൈ എന്താണ്? അലോവിങ് റിമോട്ട് ആക്സസ് ടു, അതായത് എന്താണ് ക്ലൗഡ് ബേസ്ഡ് എന്നുള്ള അവരോട് ചോദിക്കുന്നത്? അലോവിങ് റിമോട്ട് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ ഫ്രം എനി ലൊക്കേഷൻ. അതല്ലേ കറക്റ്റ് ആൻസർ. ക്ലൗഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോവിങ് റിമോട്ട് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ എനി ഏത് ലൊക്കേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഡാറ്റകൾ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് അവിടെ പറയണത്. ക്ലൗഡ് ബേസ്ഡ് AI സൊല്യൂഷൻ ബെനിഫിറ്റ് ബിസിനസ് ബൈ. ആൻസർ ഏതാണ്? അലോവിങ് റിമോട്ട് ആക്സസ് ടു ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ്, അല്ലാതെ റിക്വയറിംഗ് ഓൺലി ഫിസിക്കൽ സ്റ്റോറേജ് ഫോർ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് അല്ല. അതുപോലെ തന്നെ എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ ഡാറ്റ എൻക്രിപ്ഷൻ ഒരിക്കലും എലിമിനേറ്റ് ചെയ്യുന്നില്ല, റെസ്ട്രിക്റ്റും ചെയ്യുന്നില്ല. ഫിനാൻഷ്യൽ ഡാറ്റ അപ്ഡേഷനൊന്നും റെസ്ട്രിക്റ്റും ചെയ്യുന്നില്ല. സോ ഇത് മൂന്നും തെറ്റായിട്ടുള്ളതാണ്. ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ എന്നുള്ളത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ലൈക്ക് ക്വിക്ക് ബുക്സ് ആൻഡ് സാപ്പ് ബിസിനസ് വൺ ഹെൽപ്പ് ബിസിനസ് ബൈ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ക്വിക്ക് ബുക്സ്, സാപ്പ് ബിസിനസ് വൺ, അതായത് ഇതൊക്കെ എന്താണ്? ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. ഇത് ഹെൽപ്പ് ചെയ്യണത് ഓട്ടോമാറ്റിക് ഫിനാൻഷ്യൽ പ്രോസസ് ആൻഡ് ജനറേറ്റിംഗ് ആക്യുറേറ്റ് റിപ്പോർട്ട്സ്. ശരിയാണ് അല്ലേ? പിന്നെ കംപ്ലീറ്റ്ലി റിമൂവിങ് ദി നീഡ്സ് ഓഫ് ദി, ഒരിക്കലല്ല റിമൂവ് ചെയ്യുന്നില്ല. മാനുവലി റെക്കോർഡ് ചെയ്യാനല്ല സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യണത്. പ്രിവെൻറ്റും ചെയ്യുന്നില്ല, പ്രിവെൻറ്റ് ബിസിനസ്സും ചെയ്യുന്നൊന്നുമില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് മെയിനായിട്ട് ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് ഫിനാൻഷ്യൽ പ്രോസസ്സസ്, ജനറേറ്റിംഗ് ആക്യുറേറ്റ് റിപ്പോർട്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ ക്വിക്ക് ബുക്സും അതുപോലെ സാപ്പ് ബിസിനസ് വൺ എന്നൊക്കെ പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ എന്ത് ചെയ്യണത്? ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ റിയൽ ടൈം പ്രോസസ്സിംഗ് ഫീച്ചർ ഓഫ് എ അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ഇംപ്രൂവ്സ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. റിയൽ ടൈം പ്രോസസ്സിംഗ് സിസ്റ്റം ഫീച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സോ നോക്കുക സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊവൈഡിങ് അപ് ടു ഡേറ്റ് ഫിനാൻഷ്യൽ ഇൻസൈറ്റ് ടു ഡിസിഷൻ മേക്കിംഗ്. അത് ശരിയാണ്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയൽ ടൈം നമുക്ക് കറക്റ്റായിട്ട് എപ്പോൾ ചെന്ന് ചോദിച്ചാലും കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് റിപ്പോർട്ട്സ് നമുക്ക് തരുന്നുണ്ട്. സോ പ്രൊവൈഡിങ് അപ് ടു ഡേറ്റ് ഫിനാൻഷ്യൽ ഇൻസൈറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, അതാണ് കറക്റ്റ് ആൻസർ. പ്രൊവൈഡിങ് അപ് ടു ഡേറ്റ് ഫിനാൻഷ്യൽ ഇൻസൈറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അല്ലാതെ ഡിലേ ചെയ്യിക്കുന്നതോ റെസ്ട്രിക്റ്റ് ചെയ്യിക്കുന്നതോ പ്രിവെൻറ്റ് ചെയ്യിക്കുന്നതോ ഒന്നും എന്തല്ല കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രൊവൈഡിങ് അപ് ടു ഡേറ്റ് ഫിനാൻഷ്യൽ ഇൻസൈറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ് ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കുറച്ച് അസേർഷൻ റീസണിങ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. PSC എന്തായാലും ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. നോക്കാം. അസേർഷൻ, ആൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എൻഷുർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. കറക്റ്റാണ് അല്ലേ? അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുർ ചെയ്യുന്നുണ്ട് ആക്യുറേറ്റ്, കൃത്യതയോട് കൂടിയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റീസണിൽ പറഞ്ഞത് എന്താ? അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ഇൻ്റഗ്രേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ? പീപ്പിൾസ്, പ്രൊസീജിയേഴ്സ്, ടെക്നോളജി ആൻഡ് കൺട്രോൾ ടു കളക്ട്, സ്റ്റോർ, പ്രോസസ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫൈനാൻഷ്യൽ ഡാറ്റ. സോ ഇത് രണ്ടും എന്താടാ? ശരിയായിട്ടുള്ളതല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ ആൻസർ എന്താ വരിക? ബോത്ത് A and R ആർ ട്രൂ ആൻഡ് R ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ഇത് രണ്ടും തമ്മിൽ ഒരു റിലേഷനിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ പറയണത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബോത്ത് A and R ആർ ട്രൂ ആൻഡ് R ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചത് ശരിയാണെന്ന് തോന്നി അത് ടിക്ക് ഇടുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുക, ശരിയാണെന്ന് തോന്നിയാൽ അതും ടിക്ക് ഇടുക. രണ്ടും ഓക്കെ ആണെങ്കിൽ അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. അതായത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസർഷൻ റീസണിങ് തന്നെയാണ്. AIS ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ ലാർജ് എൻ്റർപ്രൈസസ്. അക്കൗണ്ട് ഇൻഫർമേഷൻസ് ലാർജ് ഓർഗനൈസേഷനുകൾ മാത്രമാണോ യൂസ് ചെയ്യുന്നത്? തെറ്റല്ലേ? സ്മോളും മീഡിയം ഓർഗനൈസേഷനുകളും അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ടാ? യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം. AIS ക്യാൻ ബി മാനുവൽ, കമ്പ്യൂട്ടറൈസ്ഡ്, ക്ലൗഡ് ബേസ്ഡ്. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറഞ്ഞതാണ്. AIS ക്യാൻ ബി എന്താവാം? മാനുവൽ ആവാം, കമ്പ്യൂട്ടറൈസ്ഡ് ആവാം, ക്ലൗഡ് ബേസ്ഡ് ആവാം എന്നുള്ളത് എന്താണ് നമ്മൾ പഠിച്ചത്? ഡിപ്പെൻഡിങ് ഓൺ എ ബിസിനസ്. ബിസിനസ്സിൻ്റെ നീഡ് അനുസരിച്ചായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ?
സോ എന്താണ് ഇതിലെന്താവും കറക്റ്റ് ആൻസർ? സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് എന്താണ് ഫോൾസ് ആണ്, ബട്ട് ആർ ഈസ് ട്രൂ. അതല്ലേ നമ്മൾ ഇത് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് ഫോൾസ്, ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ, ദെൻ ബട്ട് ആർ ഈസ് ട്രൂ. ഓക്കെ, നമുക്ക് വേറെ അസർഷൻ റീസണിങ് നോക്കാം. AIS ഇംപ്രൂവ്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ബൈ ഓട്ടോമേറ്റിംഗ് ഫിനാൻഷ്യൽ പ്രോസസ്. AIS എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്ത്? ഓപ്പറേഷണൽ എഫിഷ്യൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓട്ടോമേറ്റിംഗ് ഫിനാൻഷ്യൽ പ്രോസസ് ഈസ് കറക്റ്റ് ആണ്. ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേറ്റിംഗ് ഫിനാൻഷ്യൽ പ്രോസസ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഓട്ടോമേഷൻ AIS ഹെൽപ്സ് ടു റെഡ്യൂസിങ് ഹ്യൂമൻ എറേഴ്സ്. കറക്റ്റ് അല്ലേ? ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് സിസ്റ്റം നമുക്ക് റിസൾട്ട് തരുമ്പോൾ അതിൽ നിന്ന് ഹ്യൂമൺ അല്ല ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ചെയ്യുന്നത് കൊണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ കോഡുകൾ ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഹ്യൂമൻ എററുകൾ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ആൻഡ് പ്രോസസ്സിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മോർ ക്വിക്കലി. പെട്ടെന്ന് സ്പീഡിലോട് കൂടി നമുക്ക് ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ഫസ്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അസർഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം ലാക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ഫിനാൻഷ്യൽ ഡാറ്റ. ഒരിക്കലല്ലടാ, അക്കൗണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ലാക്കാണുള്ളത്. ഇല്ല, സെക്യൂരിറ്റീസ് മെഷേഴ്സ് കൊണ്ട് എൻക്രിപ്ഷൻ, ഓഡിറ്റ് ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ലിമിറ്റഡ് ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് അവിടെ സെക്യൂരിറ്റിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത് നോക്കാം. AIS ഇൻക്ലൂഡ് ആക്സസ് കൺട്രോൾ. അല്ലേ, ഇപ്പോൾ പറഞ്ഞു ആക്സസ് കൺട്രോൾ, ഡാറ്റ എൻക്രിപ്ഷൻ ആൻഡ് ഓഡിറ്റ് ട്രയൽസ് ടു സെക്യൂർ ദി സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ദിസ് ഈസ് ദി കറക്റ്റ്. കണ്ട നമ്മൾ പഠിച്ച അതേ ലൈനിൽ തന്നെ വരുന്നത് കണ്ടില്ല? ഇതേപോലെ തന്നെ എക്സാമിന് വരുന്നുണ്ടായിരിക്കാം. നന്നായി പഠിക്കുക എല്ലാവരും. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ഫോൾസ് ആണ്, ബട്ട് ആർ ഈസ് ട്രൂ ആണെന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒന്ന് മനസ്സിരുത്തി വായിക്കുക, അതൊന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലൗഡ് ബേസ്ഡ് AI സൊല്യൂഷൻ എനേബിൾ ബിസിനസ് ടു മാനേജ് ഫിനാൻസസ് റിമോട്ട്ലി. കറക്റ്റ് അല്ലേ? ക്ലൗഡ് ബേസ്ഡ് എന്താണ്? ബിസിനസ് ടു മാനേജ് ഫിനാൻഷ്യൽ റിമോട്ട്ലി. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതായത് ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ഇനി അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അലൗസ് ബിസിനസ് ടു ആക്സസ് ഫിനാൻഷ്യൽ ഡാറ്റ ഫ്രം എനിവെയർ വിത്ത് ദി ഇന്റർനെറ്റ് കണക്ഷൻ. നമ്മൾ പഠിച്ചു, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഏത് സ്ഥലത്ത് നിന്ന് നമുക്ക് ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും നമുക്ക് അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കറക്റ്റ് ഓപ്ഷൻ എ ആണ്. നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാടാ? പ്രതീക്ഷിക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസുകൾ നമ്മൾ പഠിച്ചു. ഒരു 6 കമ്പോണൻസുകൾ നമ്മൾ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതുകൂടാതെ എന്താണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പഠിച്ചു. ഈ ഫീച്ചേഴ്സും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സും ഏതാണ്ടൊക്കെ സിമിലർ ആയിട്ട് വരുന്നതാണ്. സോ അത് കണക്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും പഠിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസിലെ ഓരോ ലൈൻ ബൈ ലൈനാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ധൈര്യമായിട്ട് പഠിക്കുക. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. നല്ലൊരു ജോലി, ഗവൺമെൻറ് ജോലിയിലേക്ക് എല്ലാവരും കയറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും നമുക്ക് ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.